നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ആർക്കാ ഇവിടെ അറിയാത്തത്? അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അച്ഛനത് പറയാം. കുറച്ചുപേര് കുട്ടികൾക്ക് ലഞ്ചെന്ന് പറഞ്ഞാ വാങ്ങിച്ചത്. വേറെ കുറെ പേര് ഓഫീസിലേക്ക് കൊണ്ടുപോകാനാ വാങ്ങിച്ചത്. കുട്ടികൾ അഭിപ്രായമൊന്നും പറയില്ലെങ്കിലും അവര് പറയൂല്ലോ. അല്ല, ഇതിപ്പോ എന്താ വേണ്ടത്? ഒന്നുമില്ല അച്ഛാ, ആരെങ്കിലും ഒരാളൊന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സമാധാനമാവുമായിരുന്നു. ഓഫീസിലേക്ക് ഫുഡും വാങ്ങി പോയവർക്ക് അതിന്റെയൊക്കെ അഭിപ്രായം പറയാൻ നേരം ഇവിടെ. ഒരു കാര്യം ചെയ്, വൈകുന്നേരം പരിചയമുള്ള ആരെങ്കിലും വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാലോ. വേറൊന്നല്ല, എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയൊരു കാര്യ. അതിന്റെ ഒരു റിസൾട്ട് അറിയാതെ. അയ്യോ, മനക്കല്ല സുരേന്ദ്രൻ സാറാ, ട്രഷറി ജോലി ചെയ്യുന്ന സാർ. രാവിലെ ഒരു പൊതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുക്ക്. അഭിപ്രായം നേരിട്ട് അറിയണമെന്ന് പറഞ്ഞല്ലേ? അല്ല, അച്ഛനൊന്ന് സംസാരിക്കോ? എനിക്ക് എന്തോ ഒരു. എടുക്കു കുട്ടി, എന്താ അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാലോ. സ്പീക്കറിലിട്. ഹലോ സാർ. മോള് നല്ല പണിയാ കാണിച്ചത്. എന്തുറ്റി? ഞാൻ മോളുടെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങിച്ച ട്രഷറിയിലേക്ക് പോയില്ലേ? ഇവിടെ ഞങ്ങളെല്ലാരും ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്നാ കഴിക്കുന്നേ. ഇരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഭക്ഷണം എടുത്ത് നിവർത്തിയപ്പോ എല്ലാവരും അതിൽ കൈയിട്ട് വാരി. ഇപ്പോ ഓഫീസിൽ വലിയ പ്രശ്നം നടക്കുക. സാർ, എന്തുറ്റി? ഫുഡ് മോശമായിരുന്നോ? മോശോ? എന്റെ പൊന്നു മോളെ, കൈയിട്ട് വാരിയവരൊക്കെ പിന്നെ അതിനുവേണ്ടി അടിയും പിടിയുമായിരുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫീസിന്റെ ഉമ്മറത്ത് കിട്ടുന്ന പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നത് ഇവർക്ക് ശീലമായി. ഓരോ കറികളും അസ്സലായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം നല്ലൊരു ഭക്ഷണം കഴിച്ചുവെന്നാ എല്ലാവരും പറയുന്നത്. അത് കേട്ടപ്പോ മോളെ വിളിച്ചൊന്ന് പറയണമെന്ന് തോന്നി. കേട്ടില്ലേ? താങ്ക് യു സാർ. പക്ഷെ അതിന്റെ പുറകിൽ വേറൊരു അപകടമുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ ഇപ്പോൾ പ്രധാനമായും വിളിച്ചത്. അല്ല സാർ, എന്താ അത്? തൽക്കാലം നാളെ എനിക്ക് ഭക്ഷണം തരുന്ന കൂട്ടത്തിൽ ഒരു 10 പൊതി കൂടി വേണ്ടി വരും. അതിനുള്ള ആവശ്യക്കാരിവിടെ ഉണ്ട്. ബുദ്ധിമുട്ടാവോ? അയ്യോ, ഒരു ബുദ്ധിമുട്ടില്ല സാർ, ഞാൻ ഉണ്ടാക്കി തന്നോളാം. അച്ഛൻ അടുത്തുണ്ടോ? മോൾ ആ ഫോണൊന്ന് കൊടുത്തേ. ആ, സാറ് പറയുന്ന അച്ഛനും കേൾക്കുന്നുണ്ട്. സാറ് പറഞ്ഞോളൂ. തിരുമേനി, ഇതൊരു നല്ല സംരംഭമാണ് കേട്ടോ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കടയിൽ ഉണ്ടാക്കുന്നത് വാങ്ങി കഴിച്ച് കഴിച്ച് മനസ്സും ശരീരവും ഒരുപോലെ കേടായി കിടക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ തനതായ രുചിയുമായിട്ട് ഒരാൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ്. രാധിക മോളെ കൊണ്ടാവുമെങ്കിൽ ഇത് കൊള്ളാവുന്നൊരു ബിസിനസ്സാക്കി മാറ്റാൻ ആ കുട്ടിയോടൊന്ന് പറഞ്ഞോളൂ. എല്ലാം ഗംഭീരമാവും. നന്ദിയുണ്ട് സുരേന്ദ്ര. സത്യം പറഞ്ഞ മോൾ ഇവിടെ നല്ല ടെൻഷനിലായിരുന്നു. ഉണ്ടാക്കിയ ഭക്ഷണം ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച്. ആറ്റുവാശ്ശേരിയിൽ വന്നിരുന്ന് ഒരു സദ്യ കഴിച്ച പോലെ. അതാണ് ടോട്ടൽ റിസൾട്ട്.